ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടി ടാറ്റ ഹാരിസ് ആണ്, അല്ലെങ്കിൽ വെള്ളിമൂങ്ങ എന്ന് വിളിക്കുന്ന ടാറ്റയുടെ സിംഗിൾ സിലിണ്ടർ വണ്ടിയാണ്. ഈ വണ്ടി എന്നല്ല ഏത് വണ്ടിയാണേലും മഴക്കാലത്ത് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് എയർ ഫിൽറ്റർ കൂടെ വെള്ളം കയറുക. അതേപോലെ തന്നെ വണ്ടി വെള്ളത്തിൽ നിന്ന് ഓഫായിട്ട് സൈലൻസർ കൂടെ വെള്ളം കയറിയതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഹെഡ് പണിയാവും, പിസ്റ്റൺ പണിയാവും, കൺട്രാഡ് പൊട്ടും, വേറെ എഞ്ചിൻ കേസ് പൊട്ടും, അങ്ങനെയൊക്കെയുള്ള പണികൾ. അപ്പോൾ ഈ വീഡിയോസ് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിത് 2-3 വണ്ടിയുടെ വീഡിയോസ് ചേർത്തിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ എല്ലി ബെയറിങ്ങിൽ കൺട്രാഡിൻ്റെ അടിയത്തെ പീസ്. അപ്പോൾ ഇത് കൺട്രാഡ് വെൻ്റായതുകൊണ്ട് ഇത് ഊരാൻ ഇപ്പം അങ്ങനെ ഊരി പോരില്ല, കാരണം അത് പൊട്ടി പീസൊക്കെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് ടൈറ്റാണ്. നമ്മൾ കണ്ടില്ലേ, കുറേ ഞാൻ ഫ്ലൈ വീല് വലത്തെ സൈഡിലേക്ക് എടുത്തതിലേക്ക് തിരിക്കും, പക്ഷെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഇത് ബോൾട്ടിനടിച്ചിട്ട് ഊരാ, കാരണം കൺട്രാഡ് മാറ്റാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തായിരുന്നു അപ്പോൾ അങ്ങനെ ഊരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം എയർ ഫിൽറ്റർ പക്കായിട്ട് നോക്കുക. മഴക്കാലത്ത് ഏത് വണ്ടിയാണെങ്കിലും എയർ ഫിൽറ്ററിൽ വെള്ളം കയറിയാൽ അത് ഉള്ളിലെത്തിയാൽ വണ്ടി നിൽക്കും. ഇതിപ്പോൾ എയറോസ് പൊട്ടി ഓടിക്കൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഇങ്ങനെ ആവാൻ കാരണം. വേറെ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് ഒരു കുഴപ്പമില്ലാതെ ഓടിയിരുന്നു. വെള്ളിമൂങ്ങയാണ് 1,00,000 കിലോമീറ്റർ 2,00,000 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഓടും, പിസ്റ്റണൊന്നും മാറ്റാതെ. ഇത് ഉപയോഗിക്കണവർക്കറിയാം. സത്യം പറഞ്ഞത് പണി വളരെ കുറവാണ്. മഹീന്ദ്ര ജീറ്റോനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെയൊക്കെ നിന്നിട്ടേ ഞങ്ങളുടെ അടുത്ത് പണിക്ക് വരാറുള്ളൂ. പിന്നെ ഇതിന് എല്ലി ബെയറിങ് കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്നുണ്ട് സാധനം ഓർഡർ ചെയ്താൽ കിട്ടില്ല. ഇത് IG-ൻ്റെ കൺട്രാഡാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ